നിലമ്പൂരിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കരുത്തനായ സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. രാഷ്ട്രീയവും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഉയർത്തിക്കാണിക്കും. ദേശീയപാത വികസനം തടസ്സപ്പെടുത്താൻ ഇടപെട്ടവരാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. നിതിൻ ഗഡ്കരി തന്നെ മാതൃകാപരമെന്ന് പറഞ്ഞതാണ് ദേശീയപാത പദ്ധതിയെന്നും അദ്ദേഹം പറയുകയാണ്. ജൂൺ 4-ന് NH വിഷയത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം നിതിൻ ഗഡ്കരിയെ കാണും. നിലമ്പൂരിൽ എല്ലാ വിഷയവും ചർച്ചയും ചെയ്യും. സ്വരാജ് പ്രളയ സമയത്ത് വന്നിട്ടുണ്ട് എന്നും പ്രിയങ്ക ഗാന്ധി മുഴുവൻ സമയം ഉണ്ടായിട്ടാണോ ജയിച്ചതെന്നും ഇതെല്ലാം ബാലിശ്യമായ വാദമാണെന്നും അദ്ദേഹം പറയുകയാണ്. നിലമ്പൂരിൽ BJP CPM ബന്ധമെന്ന ആരോപണത്തിലും അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുകയാണ്. 91-ലെ കോലീബി സംഘത്തിലെ മുഖ്യ കഥാപാത്രമാണ് K മുരളീധരൻ. അന്ന് അദ്ദേഹം MP ആയിരുന്നു. തൃശ്ശൂരിൽ K മുരളീധരൻ തോറ്റതെങ്ങനെയെന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ. തൃശ്ശൂരിൽ ഒറ്റുകാരുടെ റോള് വഹിച്ചവർക്കെതിരെ നടപടിയെടുത്തോ കോൺഗ്രസ് എന്നും അദ്ദേഹം ചോദിക്കുകയാണ്. ദേശീയപാത വികസന പദ്ധതി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് KC വേണുഗോപാലിൻ്റെ പാർട്ടിയാണ്. ദേശീയപാത നിശ്ചയദാർഢ്യത്തെ തുടർന്നാണ് യാഥാർത്ഥ്യമായത്. LDF സർക്കാർ വന്നതുകൊണ്ട് മാത്രമാണ് നടപ്പിലായത്. വ്യക്തിഹത്യ തുടർന്നുകൊള്ളട്ടെ. ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പായതിനാൽ ട്രോളിനെ പേടിയുമില്ല. ട്രോൾ പേടിച്ച് ഓടി ഒളിക്കുന്നുമില്ല. എത്ര ആക്രമണം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്നും റിയാസ് പറയുകയാണ്.